നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാലും ആ രാക്ഷസി താലി കെട്ടിയ ഭർത്താവിനോട് ഇത്രയും വലിയ ദ്രോഹം കാണിച്ചിട്ടാ തലയെടുത്ത് പിടിച്ച് ഞെളിഞ്ഞ് നടന്നോണ്ടിരുന്നത്. ഇതിനു പകരം അവളെ ഇഞ്ചിഞ്ചായി അരിയണം മോനെ. ഞാൻ സരോജൻ വിളിച്ച് ചൈന കോളനിലെ പെണ്ണുങ്ങളെയും കൊണ്ട് ഇപ്പൊ തന്നെ സത്യമ്മയുടെ വീട്ടിലേക്ക് തിരിക്കാം. അതിന് അവളിപ്പോ അവിടെ ഇല്ല. പിന്നെ സുസ്മിത ഇപ്പൊ പോലീസ് അറസ്റ്റില്ല. എന്തിന്? രോഹിതിനെ കാണാതായ കേസില് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീരഞ്ജിനിയാ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. രോഹിത്തിനെ കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോ സുസ്മിത രോഹിത്തിനെ കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ചിട്ട് ശ്രീരഞ്ജിനി അവൾക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആളെ കണ്ടുകിട്ടാതെ അങ്ങനെ കേസ് ഫയൽ ചെയ്യാനൊക്കെ പറ്റുമോ മോനെ? അത് നിയമത്തില് അങ്ങനെ ഒരു പഴുതുണ്ടെന്നാണ് ശാലിനി പറഞ്ഞത്. ഇന്ന് അവളെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നുണപരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ അവൾ കള്ളം കാണിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതും പോലീസ് കണ്ടുപിടിച്ചു. അതും കൂടി കൂട്ടിച്ചേർത്തിട്ടാ കോടതിയിൽ കേസ് ചാർജ് ചെയ്തിരിക്കുന്നേ. ചുരുക്കത്തില് അവളാകെ പെട്ടിരിക്കുക. രോഹിത് ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൾക്കും അവളുടെ ചിറ്റപ്പൻ ചന്ദ്രബോസിനും ഒക്കെ അറിയാം. പക്ഷെ എവിടെ പോയിന്ന് ഒരു പിടുത്തൂല്ല. ആകെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും അവർക്ക്. നാളെ കേസ് കോടതി വിചാരണയ്ക്ക് എടുക്കും. രോഹിത്തിനെ കൊല്ലാൻ നോക്കിയതല്ലേ അവള്. അതിനുള്ള ശിക്ഷ തന്നെ അവൾക്ക് കിട്ടണം. ഇവൻ ഇവിടെ ഉള്ളപ്പോ അതെങ്ങനെയാ മോനെ? അമ്മേ, കേസ് വിധിയാവുന്നവരെ രോഹിത്തിനെ മറ്റാരും കാണാതിരുന്നാൽ മതി. രോഹിത്തിനെ തിരഞ്ഞ് മനസ്സമാധാനം നഷ്ടപ്പെടണം അവൾക്കും അവളുടെ ചിറ്റപ്പനും. അമ്മേ, ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമല്ലേ രോഹിത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ കൊലപാതകത്തിനുള്ള ശിക്ഷ തന്നെ അവൾക്ക് കിട്ടണം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ നോക്കാം. അമ്മേ, ജീവിച്ചിരിക്കുന്നവർ പലരും മരിച്ചതും മരിച്ചവർ പലരും ജീവിച്ചിരിക്കുന്ന നാടാ നമ്മുടേത്. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമാണോ ബ്രോ? എടോ, ശ്രമിച്ചാൽ നടക്കുന്ന എന്റെ അഭിപ്രായം. പിന്നെ കേസ് ഇത്രയും മുറുകിയ സ്ഥിതിക്ക് താനിപ്പോ പുറത്തിറങ്ങിയ പരാതി ദുർബലമാവും. അത് സുസ്മിതയ്ക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കും ചെയ്യും. അവള് കുറച്ചു നാളെങ്കിലും അകത്ത് കിടക്കണം. വിഷ്ണുവും പറയുന്നത് തന്നെയാ ശരിയെന്നാ എനിക്ക് തോന്നുന്നത്. അവൾക്ക് അത് തന്നെ കിട്ടണം. പിന്നെ ഈ കോളനിയിൽ രോഹിത്തിന്റെ സുരക്ഷ അമ്മ തന്നെ നോക്കണം. പോലീസോ ഗുണ്ടകളോ ഒക്കെ വന്നെന്ന് വരാം. ചൈന കോളനിയുടെ മതിലിനുള്ളിലുള്ളതിനേക്കാൾ വലിയ ഗുണ്ടകളൊന്നും പുറത്തില്ല വിഷ്ണുമോനെ. പോലീസിന്റെ കാര്യമാണെങ്കിൽ ചോദിക്കാതെയും പറയാതെയും ഒരുത്തൻ ഈ കോളനി യൂണിഫോം ഇട്ട് കയറിയാൽ അവൻ രണ്ടുകാലി തിരിച്ചു പോകില്ല, നിലത്തെഴയും. മോനൊന്നുകൊണ്ടും പേടിക്കണ്ട. ഇവിടെ വന്ന ഒരുത്തനും രോഗത്തിനെ ഒന്ന് തൊടുക പോലും ചെയ്യില്ല. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം. അതെ മോനെ, അവൾ എന്റെ മോനെ കൊല്ലാക്കൊല ചെയ്തതല്ലേ. പിന്നെയും അവള് ആളെ പിന്നാലെ വിട്ട് കൊല്ലാൻ നോക്കി. അവൾക്ക് പരമാവധി ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. നാളെ അവളെ കയ്യാമ്മം വെച്ച് പോലീസ് ജീപ്പിൽ കയറ്റി ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് എനിക്ക് കാണണം മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.